ഇത് പച്ചക്ക് പറഞ്ഞ റോബറിയാണ്. എത്ര ഫൗളുകൾ അവർ ചെയ്തു, ഒരു സിംഗിൾ യെല്ലോ കാർഡ് പോലും അവർക്ക് കൊടുക്കുന്നില്ല. എനിക്ക് മനസ്സിലാത്ത കാര്യം, ഈ റഫറിമാർക്ക് ബാഴ്സലോണ വിജയിക്കുന്നതിൽ എന്താണ് ഇത്ര പേടി? റാഫിഞ്ഞയുടെ ചോദ്യമാണേ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അഗ്രിഗേറ്റ് 3-2 തോറ്റ് അത്ലറ്റിക്കോയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് ബാഴ്സലോണ പുറത്തായ ശേഷം അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫിഞ്ഞ പരിധി വിട്ട് റഫറിമാർക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ബാഴ്സയുടെ ഈ റോബറി വാദത്തിൽ അർത്ഥമുണ്ടോ, അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ 2 ലെഗിലായിട്ട് നടന്ന ചില കാര്യങ്ങൾ. ഫസ്റ്റ് ലെഗിൽ മുസോ പന്ത് പുബിലിന് പാസ് ചെയ്യുന്നു. ആ പുബിൽ അത് കൈകൊണ്ട് തൊട്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു. പെനാൽറ്റി കൊടുക്കേണ്ടതാണ്, റഫറി പെനാൽറ്റി കൊടുത്തില്ല. യുവേഫക്ക് ബാഴ്സലോണ പരാതി കൊടുത്തു. ആ പരാതി അസ്വീകാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ യുവേഫ തള്ളിക്കളഞ്ഞു. മറ്റൊരു സംഭവം, കുബാസിക്ക് റെഡ് കാർഡ് കൊടുത്തു. അതിൽ ശരിക്കും പറഞ്ഞാൽ യൂലിയാനോ സിമയോണി ഇങ്ങോട്ടേക്ക് കാലിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കി വീണു. കുബാസിക്ക് റെഡ് കാർഡ് കൊടുത്തു. പിന്നെയോ കോക്കയ്ക്ക് റെഡ് കാർഡ് കൊടുത്തില്ല. ആ കളിയിൽ പലവട്ടം ഫൗള് സംഭവിച്ചു. രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുക്കാൻ തയ്യാറായില്ല, അയാളെ രക്ഷപ്പെടുത്തി വിട്ടു. ആ കളിയിൽ 17 ഫൗളുകളാണ് അത്ലറ്റിക്കോ ചെയ്തത്. 3 യെല്ലോ കാർഡുകൾ മാത്രം, 0 റെഡ് കാർഡ്സ്. അത് ഫസ്റ്റ് ലെഗിൽ. സെക്കൻഡ് ലെഗിൽ മുസോ ഒരിക്കൽ കൂടി രംഗത്ത് വരുന്നു. ഫെർമിൻ ലോപ്പസിൻ്റെ മുഖത്ത് ചവിട്ടുന്ന സംഭവം, അത് ആ ഒരു സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി താൻ ശ്രമിച്ചപ്പോൾ കൊളീഷൻ ഉണ്ടായതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഹൈ ബൂട്ടാണ്, എതിരാളിയുടെ മുഖത്താണ് കാല് കൊള്ളുന്നത്. ശരിക്കും അതൊരു അഗ്രഷനാണ്, വയലൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. ഷുഡ് ഹാവ് ബീൻ പെനാൽറ്റി, അത് കൊടുത്തില്ല. പിന്നെ എറിക്കിന് റെഡ് കാർഡ് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മാൻ എന്ന രൂപത്തിലാണ് ആ റെഡ് കാർഡ് കൊടുക്കുന്നത്. ലാസ്റ്റ് മാൻ അദ്ദേഹമായിരുന്നില്ല, കൂണ്ടയായിരുന്നു എന്നുള്ളതാണ് ബാഴ്സ ആരാധകരുടെ വാദം. പിന്നെ ബാഴ്സയ്ക്ക് അനുകൂലമായി ലഭിക്കേണ്ട ഒരു പെനാൽറ്റി റഫറി കൊടുത്തില്ല. അതായത് ഒൽമോയെ ബോക്സിൽ വെച്ചിട്ട് ലൊറൻ്റെ ഫൗൾ ചെയ്യുന്നു. നോ പെനാൽറ്റി കോൾഡ്. 15 ഫൗളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരങ്ങൾ ചെയ്തു. 0 യെല്ലോ കാർഡ്സ്, 0 റെഡ് കാർഡ്സ്. അപ്പോൾ ഈ 2 കളികളിലായിട്ട് 6 ഡിഫറൻറ്റ് റോങ് കോൾസ് റഫറിയുടെ ഭാഗത്ത് നിന്ന് വന്നു. 32 ഫൗളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരങ്ങൾ ചെയ്തിട്ട് വെറും 3 യെല്ലോ കാർഡുകൾ മാത്രമാണ് കൊടുത്തത്. ഇനി പറ, ഈ റോബറി വാദത്തിൽ കഴമ്പില്ലേ?